ഹായ് ഫ്രണ്ട്സ്, കമ്പിളി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ചാമ്മ വീട്ടിലെ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയി, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ. അത് ഞാൻ ആ ടൈം തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലായിരുന്നു. പെട്ടെന്ന് ഓടിപ്പടച്ചടിച്ച് രാവിലെ കുറച്ച് ചെടികളെയൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് ആ ടൈമിൽ അമ്മ പറഞ്ഞു നമുക്ക് രാവിലെ അച്ചാമ്മയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന്. നമ്മളൊരു 10-11 മണിയായപ്പോഴാണ് കേട്ടോ ഇവിടുന്ന് പോയതും. പോയി അവിടെ എത്തി നമ്മളൊരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാണ് പോയത്. കപ്സയൊക്കെ വെച്ച് കളയാം എന്നൊക്കെയുള്ളൊരു പരിപാടി പോയാണ്. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല എന്നാണെങ്കിൽ പറയാം, സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കപ്സ ഒന്നും വെച്ചില്ല. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടോ. അങ്ങനത്തെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് അപ്പച്ചി മാമനൊക്കെ വീഡിയോ കോൾ വിളിച്ച് അവരുടെ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴാണ് അച്ചാമ്മ വിറകൊക്കെ വരി മുമ്പ് കൊണ്ടിട്ടു, വീട്ടിൻ്റെ മുമ്പ് ഇങ്ങനെ കൊണ്ടിട്ടായിരുന്നു ഉണങ്ങാനായിട്ട്. അങ്ങനെ അച്ചാമ്മനെ കുറച്ച് വഴക്ക് പറഞ്ഞു. വീടിൻ്റെ മുമ്പ് കൊണ്ടിട്ട് ശരിയായില്ല, ആൾക്കാരെ കാണുന്നില്ല, വീടിൻ്റെ മുന്നേ എപ്പോഴും വൃത്തിയായി കിടക്കണ്ടേന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ എണീറ്റിയും കൂടെ കപ്സ വയ്ക്കാൻ ഒത്തില്ലെങ്കിൽ നമ്മൾ ആ സങ്കടം മാറ്റാനായിട്ട് കിലോ ബിരിയാണി മേടിക്കാനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കീഴായിക്കുണം അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തും ഇവിടെ കിലോ ബിരിയാണി കിട്ടും കേട്ടോ. അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവളെ സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ നമ്മൾ എവിടെയാണ് പോണത്, പിന്നെ അവളെ കുറേ ചളികളൊക്കെ കേട്ട് ഇങ്ങനെ ഞാൻ പതുക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒറിജിനലായിട്ട് ഉള്ള വീഡിയോയ്ക്ക് വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ശബ്ദം ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ വോയിസ് വേണ്ട, ഞാനായിട്ട് രണ്ടാമത് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തേട്ടോ. ഇത് കുഞ്ഞാറ്റ കുറേ വട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കുഞ്ഞാറ്റ പറയുന്നതും ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. പറഞ്ഞ് കൊളാക്കലെന്നാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും നമ്മളിത് ആ കടയിലെത്തി ആ ഒരു നീല ഹെൽമെറ്റ് കാണുന്നത്, ആ തല കാണുന്നതാണ് എൻ്റെ തല. ഞാൻ അവിടെ നിന്നായിരുന്നു മേടിച്ചതും. എന്നിട്ട് നമ്മൾ മേടിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇന്നും വളരിഞ്ഞ പടത്തിൽ തന്നെയാണ് ജോലി. എന്നും ഈ പടത്തേക്ക് കൊണ്ടങ്ങി ഒടിഞ്ഞു വീണ കേട്ടോ. അങ്ങനെ ഇന്നും ഞാനും ചേട്ടനും അനിയനും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് പൊക്കി കിട്ടാനുള്ള ഒരിതാണ്. ആ ടൈമിലാണ് ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് ഞാനും അനിയും കൂടി ചർച്ച ചെയ്യുന്നത്. എവിടെ നിൽക്കുന്നു, അതെന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു കേട്ടോ മുന്നേ. അപ്പം അത് അവന് കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് ഞാനും അവനും എന്തുവാണ് സംസാരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, അത് നിങ്ങൾക്കായാലും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അവനുമായിട്ട് കുറച്ചൊന്ന് ഇടപഴകിയാൽ മനസ്സിലാവും എങ്ങനെയാണ് അവൻ്റെ സംസാരം, അവൻ്റെ ശൈലികൾ എങ്ങനെയാണെന്ന്, അവനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും മനസ്സിലാവും. പെട്ടെന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എനിക്ക് പല വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും അനിയനും കൂടി ബസ്സിൽ പോയിരുന്ന ടൈമിലൊക്കെ പല വട്ടം ഇങ്ങനെ ഈ രണ്ടും പാവം സംസാരിക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളാണ് കേട്ടോ, പാവം രണ്ടുപേരും ഉമ്മ കൊച്ചുങ്ങളാണെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കൊച്ചിന് എന്ത് എന്നാലും നമുക്ക് സഹിച്ചല്ലേ പറ്റും. നമുക്കൊരു കുറവുകളാണ് കൂടുതലായിട്ട്, നമ്മളാരുമില്ല, നമ്മൾ എല്ലാവരും ഒരേ കണക്ക് തന്നെ നമുക്ക്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ വണ്ടി എഴുതുന്നത്. എൻ്റെ വണ്ടി എഴുതിയിട്ട് 1 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഉണ്ടല്ലോ ആ ടൈമിൽ എല്ലാവരും കൂടെ വിളിച്ചങ്ങ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നൈസിന് എല്ലാവരെയും കൊണ്ട് പണിയിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേക്ക് ചിരിച്ച് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വണ്ടി കഴിവേണ്ടി വരും. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ടും ഈ സൈഡ് കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും തൂക്കത്തും വാരത്തൊന്നും ഇല്ലായിരുന്നു. തൂക്കത്തും വാരയൊക്കെ ചെയ്യും, പക്ഷേ ഇവിടെ മരം മുറിച്ചിട്ട് അതിൻ്റെ തോല് കിടക്കുന്നതാണ്. ഇനി അത് ഫുൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടേ അത് പറക്കി കളയത്തുള്ളൂ. അപ്പം അനിയനും അനിയത്തിയും കൂടി ഇതറിഞ്ഞുള്ള പിന്നെ കുറേ കോപ്രായങ്ങളാണ്. പിന്നെ എന്തായാലും വണ്ടി കഴിയാൽ ഉടനെ നമ്മളെങ്ങനെ കുളിപ്പിച്ചേ കേട്ടത്തുള്ളൂ. ഇതാണ് അവസ്ഥ. എങ്ങനെയെങ്കിലും എന്നെ കുളിപ്പിക്കും. അവൻ്റെ മുഖത്ത് എന്തിനാണ് വെള്ളം ഒഴിച്ചത്, അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചതെന്നൊക്കെ ഈ പറയുന്നത് കേട്ടോ. അവൻ്റെ മുഖത്തും നമ്മൾ ഒഴിച്ചിട്ടില്ലേ നമുക്ക് മനസ്സമാധാനം വരുള്ളൂ. നമ്മൾ കൂടെ നിൽക്കുന്ന എല്ലാവരെയും കുളിച്ചേ ലാസ്റ്റ് തിരിച്ചിടും. നനഞ്ഞാൽ പിന്നെ കുളിച്ച് കയറണം എന്നാണല്ലേ. എന്തായാലും നന്ന സ്ഥിതിക്ക് വണ്ടി ഫുള്ളായിട്ട് സൂപ്പറായിട്ട് എല്ലാവരെ കൊണ്ടും കഴിച്ചിട്ട് നേരെ ഞാൻ കയറിയത് കേട്ടോ. ഒരു ടാങ്ക് വെള്ളം ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്.
അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ച് രാത്രിയായപ്പോൾ വീട്ടിൽ എത്തി കേട്ടോ. വീട്ടിൽ എത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടേക്ക് ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അത് അവിടെ ഇടാനുള്ള കർട്ടൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടു. എന്നിട്ട് അമ്മയുടെ അടുത്ത് ഒന്ന് ജസ്റ്റ് ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അമ്മ ഒരു വിധത്തിൽ നോക്കത്തില്ല, ഒരു പൂവിൻ്റെയും കണ്ട് ഗെയിം പിടിച്ചിട്ടേക്കുന്നു. അതിൽ തന്നെ അമ്മ എപ്പോഴും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നോക്കമ്മ എന്നൊരു 1000 വട്ടം പറഞ്ഞിട്ടാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ദിവസം എന്നെ കണക്കായിരുന്നു എന്നും അത് ഹാപ്പി ആയിരുന്നു, അത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. എല്ലാം എങ്ങനെയാണ് നമുക്ക് നോക്കാമല്ലേ, ഒരേപോലെ നമ്മളെ കണക്ക് ഉള്ളവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് കമൻറ്റിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമ്പളിയൻ വ്ളോഗ് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റയുടേതും. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്തേക്കുക. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസിനായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ബെൽ ബട്ടനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.